രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. നരസിംഹസ്വാമിയെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞാലോ? അതായത് നമ്മൾ നരസിംഹമൂർത്തിയെ പറയുമ്പോൾ ഭഗവാന്റെ അവതാരങ്ങളിൽ ഏറ്റവും ഉഗ്രമായതും ഏറ്റവും വീര്യമായതുമായ ആ ഒരു തീജ്വാലകളെ പോലുള്ള ജടയും നീളം നിറഞ്ഞ നാവും, അങ്ങനെ ശരിക്കും ഭയാനകമായ ഒരു അവതാരമാണ് നരസിംഹാവതാരം. പക്ഷേ നമ്മൾ ഭക്തന്മാർക്ക് എത്രത്തോളം വാത്സല്യവും കാരുണ്യവും ചൊരിയുന്ന ഒരു ഭഗവാനാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഭഗവാനെ കാണുമ്പോൾ ഭഗവാന്റെ ആ ഒരു ഭയാനക രൂപം നമ്മളെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. നമുക്ക് ആ കണ്ണുകളിൽ കാണാൻ പറ്റുന്നത് ഏറ്റവും കാരുണ്യവും ഏറ്റവും വാത്സല്യവും നമ്മളെ അങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കുന്ന പോലെയുള്ള ഒരു രൂപം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു കഥയാണ്. നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു മുനി കാട്ടിൽ കുറേ കാലങ്ങളോളം ഇങ്ങനെ തപസ് അനുഷ്ഠിക്കുന്നത് ഒരു വേടൻ കണ്ടു. നായാടി നടക്കുന്ന വേടൻ കണ്ടു. അപ്പോൾ വേടന് വലിയ സങ്കടമാവും. അയാൾ ദിവസങ്ങളോളം ഈ മുനിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇയാൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് അപ്പം വേടൻ ചെന്നിട്ട് പറയും, അങ്ങ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ തപസ്സിരിക്കുന്നത്? അങ്ങേക്ക് വെള്ളമോ ഭക്ഷണമോ അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പം പറയും, ഞാനിങ്ങനെ എൻ്റെ ഭഗവാനെ ആദ്യമൊക്കെ പരിഹസിച്ച് പറഞ്ഞയക്കാനൊക്കെ നോക്കും മുനി, കാരണം ഇയാളെന്താന്നുള്ള ഒരിതിൽ. പക്ഷേ വേടനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ബെഗ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് പറയും, ഞാൻ നരഹരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുകയാണെന്ന്. അപ്പം പറയും, അയാൾ എങ്ങനെ ഉണ്ടാവും കാണാമെന്ന് പറയും. അപ്പം പറയും, സിംഹത്തിൻ്റെ മുഖമായിരിക്കും, മനുഷ്യൻ്റെ ഉടലായിരിക്കും, ഗർജനങ്ങൾ തന്നെ കേട്ട് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഞെട്ടി വിറക്കും, അങ്ങനെയൊരു രൂപമായിരിക്കും എന്ന് പറയും. അപ്പം പറയും, ഈ കാട്ടിൽ ഞാൻ അങ്ങനെ ഒരു രൂപത്തെ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. ഇനി കണ്ടാൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരാം. ഇന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ ഞാൻ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഈ വലിയ മലയിടം താഴേക്ക് ചാടിയിട്ട് ഞാൻ എൻ്റെ ശരീരം ത്യജിക്കുന്നൊക്കെ പറഞ്ഞ് ഞാനത് മരിക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവും. അപ്പോൾ ഈ മുനിക്ക് തോന്നും, ഇയാൾക്ക് ഞാൻ എത്ര കാലവും ജപിച്ചിട്ടും തപസ് ചെയ്തിട്ടും മന്ത്രം ചൊല്ലിയിട്ടൊന്നും എനിക്ക് കിട്ടാത്തത് ഇനിയിപ്പം ഈ വേടന് കിട്ടാനോ എന്ന് വിചാരിച്ച് മുനി അങ്ങനെ തപസ് ചെയ്യും. ഈ വേടനാകട്ടെ നരഹരി നരഹരി എന്ന് വിളിച്ച് ആ കാട് മുഴുവൻ അലഞ്ഞ് നടക്കും. പക്ഷേ അങ്ങനെ ഒരു മൃഗത്തെയോ അങ്ങനെ ഒരു മനുഷ്യമൃഗത്തെയോ വേടന് എവിടെയും കാണാൻ കഴിഞ്ഞില്ല. അവസാനം ഇനി സന്ധ്യ ആവാറായി, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണം. അയാൾ വാക്കിലൊക്കെ വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനായതുകൊണ്ട് ആ മലയുടെ മുകളിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ഗർജനം കേൾക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മുനി പറഞ്ഞ പോലെയുള്ള എല്ലാ ലക്ഷണങ്ങളോടും കൂടിയ ഭയങ്കരമായി ഗർജനം നടത്തുന്ന ഒരു മനുഷ്യമൃഗത്തെ കണ്ടു. അപ്പം മനസ്സിലായി ഇത് നരഹരിയാണ്. അന്നേരം അവിടെയുള്ള കാട്ടുവള്ളി എടുത്തിട്ട് കെട്ടിയിട്ട് പിടിച്ച് വലിച്ച് പോകുന്ന വഴിക്ക് ഈ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കണമല്ലോ. അപ്പം പുല്ലോ എന്തൊക്കെയോ പറിച്ച് വായിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ മുനിയുടെ അടുത്തെത്തിയിട്ട് പറയും, കണ്ടോ, ഞാൻ നരഹരി കിട്ടിയിട്ടുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മുനി നോക്കുമ്പോൾ നരഹരിയോ ഒന്നും കാണാനൊന്നുമില്ല. ഒരു കാട്ടുവള്ളി ഇങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുവരുന്നുണ്ട്, അടിക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പറയും, ഞാൻ കാണുന്നില്ലല്ലോ, നിങ്ങൾ എന്തായി പറയുന്നത്? അപ്പം നോക്കുമ്പോൾ പറയും, വലിയൊരു ഗർജനം കേൾക്കും. അപ്പം മനസ്സിലാവും ഇത് നരസിംഹമൂർത്തിയുടെ ഗർജനാണെന്ന് മുനിക്ക് മനസ്സിലാവും. മുനി അത്ര കാലവും പ്രാർത്ഥിച്ചിട്ടും കാണാത്തത് ഇയാൾ ഒരൊറ്റ ദിവസം കൊണ്ട് മാത്രം ഞാൻ കൊണ്ടുവരും, അല്ലെങ്കിൽ എനിക്കത് കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ തൻ്റെ തന്നെ ശരീരം ത്യജിക്കാൻ പോയപ്പോൾ അഹങ്കാരമില്ലാത്ത നിഷ്കളങ്കമായ ഭക്തി, ശരിക്കും ഭഗവാനോടുള്ള ഭക്തിയായിരുന്നില്ല, ആ മുനിയോടുള്ള വിശ്വാസവും അങ്ങനെയൊന്നുണ്ട് എന്നുള്ള ഭക്തിയും വിശ്വാസവും നിമിത്തം ഭഗവാൻ തന്നെ ആ നിഷ്കളങ്കതയാണ് ഭഗവാൻ ഇഷ്ടമായിട്ട്
ഭഗവാൻ പ്രത്യക്ഷനായത് എന്ന് മനസ്സിലായി. അപ്പം എനിക്ക് മനസ്സിലാകും താൻ ഇത്രയൊക്കെ നേടിയിട്ടും താൻ ത്യജിക്കാത്ത ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് താനെന്ന ഭാവമാകുന്ന അഹങ്കാരമായിരുന്നു. അപ്പം മുനെ നമസ്കരിക്കും. അങ്ങനെ ഭഗവാൻ വരുന്ന രീതി കണ്ടോ, നിഷ്കളങ്കരായ ഭക്തരുടെ ഇടയ്ക്കാണ് ഭഗവാൻ വരുന്നത്. ഇതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ഒരു വിദേശ വനിത, ആന്ധ്രാപ്രദേശിലെ വലിയൊരു കുന്നിൻ മുകളിൽ ഒരു നരസിംഹസ്വാമി ക്ഷേത്രം ഉണ്ടാവും. ആ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ വലിയ ഭക്തന്മാരോ കാര്യമൊന്നും പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു വലിയൊരു കാടിനുള്ളിലൂടെ വേണം ആ ക്ഷേത്രത്തിലേക്ക് എത്താൻ. അവിടെ ശരിക്കും പൂജാരി സന്ധ്യാസമയമാകുമ്പോൾ ആ കാട്ടിനുള്ളിലൂടെയൊക്കെ എങ്ങനെയൊക്കെയോ നേർത്തന്നെ പോയി വിളക്ക് വെച്ച് തിരിച്ച് വേഗം വരികയാണ് ചെയ്യുക. അപ്പം ഒരു വിദേശ വനിത വന്നിട്ട് ചോദിക്കും, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനൊരു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇനിയുള്ള കാലം ഇവിടെ കഴിയാൻ, അതായത് നല്ല വൃദ്ധയായ ഏകദേശം വയസ്സായൊരു സ്ത്രീയാണ്, ഇനിയുള്ള കാലം എന്നോട് ഭഗവാൻ ഇവിടെ കഴിയാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചെത്തിയതാണ്. അപ്പോൾ അവിടെയുള്ള കടയിലുള്ള ആൾ പറയും, ഇവിടെ പോവാൻ നിങ്ങൾക്ക് സാധിക്കില്ല, അവിടെ കഴിയാൻ ഒട്ടും സാധിക്കില്ല. കാരണം ശാന്തിക്കാരൻ പോലും സന്ധ്യ ആവുന്നതിന് മുമ്പ് തന്നെ വേഗം വിളക്കും വെച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുക. ഒരിക്കലും അവിടെ അധികമൊന്നും ആൾക്കാരൊന്നും ദർശനത്തിന് പോലും പോവില്ല. കാരണം അത്രയും ദുർഘടമായ വഴിയും വന്യമൃഗങ്ങളും രാത്രി അവിടെ ഭയങ്കര വല്ലാത്തൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് അവിടെ താമസിക്കാനൊന്നും ഒരിക്കലും പറ്റില്ല. പക്ഷേ ഈ വിദേശ വനിത അതൊന്നും ശ്രദ്ധിക്കാതെ അവിടേക്ക് ശാന്തിക്കാരൻ വരുന്നതും കാത്തിരുന്ന് അവിടേക്ക് പോയി. ശാന്തിക്കാരൻ എത്ര പറഞ്ഞിട്ടും അവിടെ നിന്ന് തിരിച്ചു വരാൻ ആ സ്ത്രീ കൂട്ടാക്കിയില്ല. അവിടെ തന്നെ ഒരു ഷെഡൊക്കെ കെട്ടി പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ അവിടെ തന്നെ കഴിഞ്ഞു. ആദ്യത്തെ ദിവസമൊക്കെ ശാന്തിക്കാരൻ പോകുമ്പോൾ അവിടെ ആ സ്ത്രീ ഉണ്ടോ എന്ന് പേടിച്ചിട്ടാണ് പോകാൻ നോക്കും. സ്ത്രീ നല്ല ഇവിടെയൊക്കെ വൃത്തിയാക്കി ഭഗവാന് പൂക്കളൊക്കെ അർപ്പിച്ച് ശരിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് ജപിച്ച് നടക്കുന്നതാണ് കണ്ടത്. ഒരു ദിവസം ശാന്തിക്കാരൻ അവിടെ നിന്ന് വരുന്ന വഴിക്ക് പിന്നെ ഭയങ്കര ഗർജനവും ഒച്ചയും ബഹളവും ഒക്കെ കേട്ട് ശാന്തിക്കാരനെ തിരിച്ചോടണം എന്ന് വിചാരിച്ചപ്പോഴും ഇല്ല, താനും കൂടി പോയാൽ തൻ്റെ കാര്യവും കഷ്ടത്തിലാവും, ഏതോ മൃഗം വന്ന് ആ സ്ത്രീയെ പിടിച്ചു എന്നുള്ള ചിന്തിച്ച് വന്നു. പിറ്റേ ദിവസം അയാൾ പേടിയോടെ ഈ സ്ത്രീ ഉണ്ടാവില്ല എന്നുള്ളതിൽ തന്നെ വിചാരിച്ച് ചെല്ലുമ്പോൾ സാധാരണ പോലെ ഈ സ്ത്രീ അടിച്ചു വാരുകയും വെള്ളം തളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇന്നലെ ഞാനിവിടെ നിന്ന് പോകുന്ന വഴിക്ക് നല്ല ശബ്ദം കേട്ടല്ലോ, ഗർജനമൊക്കെ. അപ്പം ആ സ്ത്രീ പറയും, അത് ഇന്നലെ ഇവൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് ഞാൻ നല്ല 2 പൊട്ടിച്ചു കൊടുത്തു, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിപ്പിച്ചത്. ആര്? ഭഗവാൻ നരസിംഹമൂർത്തി അടിച്ച കാര്യമാണ് പറയുന്നത്. മുപ്പത്തി ശരിക്കും ഒരു കുഞ്ഞിനെ പോലെ നരസിംഹമൂർത്തിയെ ഭക്ഷണമൊക്കെ കൊടുത്ത് ആ അടി കിട്ടിയപ്പോൾ അവൻ കരഞ്ഞതാണ് ആ ഗർജനം. അത്രയും ശരിക്കും സ്വന്തം കുഞ്ഞിനെ പോലെ മൂർത്തിയെ കൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഭഗവാൻ എന്ന് പറയുന്നത്, ആ പരാശക്തി എന്ന് പറയുന്നത് ദൂരെയുള്ള എന്തോ ഒരു കാര്യമൊന്നുമല്ല. നമ്മളെപ്പോലെ ജീവനുള്ള നമ്മൾ തന്നെ കൊഞ്ചിക്കാനും അല്ലെങ്കിൽ നമ്മൾ ഏത് ഭാവത്തിലാണോ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കുക. ആ ഭഗവാൻ ചേർത്ത് പിടിക്കുന്നത് മനസ്സിൽ കാണുക. അപ്പം നമുക്ക് ആ ചേർത്ത് പിടിക്കലും ആ അനുഗ്രഹവും നമ്മളിലേക്ക് എത്തിച്ചേരും. അതുപോലെ ജീവനുള്ള നമ്മളെപ്പോലെ തന്നെ നമുക്ക് ഏത് ഭാവത്തിലാണോ ഭഗവാനെ വേണ്ടത്, അമ്മയായിട്ടാണെങ്കിൽ അമ്മ, കുഞ്ഞായിട്ടാണെങ്കിൽ കുഞ്ഞ്, കാമുകനായിട്ടാണെങ്കിൽ കാമുകൻ, സുഹൃത്തായിട്ടാണെങ്കിൽ ആ ഭാവത്തിൽ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ ആ നിഷ്കളങ്ക ഭക്തിയിൽ നമ്മളിൽ തന്നെ അലിഞ്ഞു ചേരും. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ട് ഭഗവാൻ കൂടെ ഉണ്ടാവും. എന്ന് വെച്ചിട്ട് നമ്മളില്ലാണ്ടാവുമെന്നില്ല. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും. ആ മരണം എന്ന് പറയുന്നത് ഭഗവാന്റെ ശിക്ഷയൊന്നുമല്ല, അതിനൊരു കാലാവധിയുണ്ട്. ഈ ഭൂമിയിൽ ഒരാൾ ഇത്ര കണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞൊരു കാലാവധിയുണ്ട്. നമ്മളെ ഉള്ളിലുള്ള നമുക്ക് ഇത്ര ശ്വാസം, ഇത്ര നിശ്വാസവായു ഉണ്ടാവുന്നുണ്ടാവും. അത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നാണ് യമൻ പുറത്തേക്ക് വരുന്നത്. യമൻ പുറത്തുനിന്ന് വരുന്നതല്ല. യമകിങ്കരന്മാർ, യമദേവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ഈ ജീവനെ, അതായത് നമ്മൾ ജന്മജന്മാന്തരങ്ങളായി ഒരുപാട് ശരീരം സ്വീകരിച്ചു കൊണ്ടാണ് ഇവിടെ എത്തുന്നത്. നമുക്ക് പറ്റിയ നമ്മുടെ സ്വഭാവം, നമ്മുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച ശരീരം നിർമ്മിച്ചുകൊണ്ട് നമുക്കതിനനുസരിച്ച മാതാപിതാക്കളെ ഉള്ള ആ ഒരു കുടുംബത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പം
നമ്മൾ ഭഗവാനെ നിഷ്കാമമായ നിഷ്കളങ്കമായ ഭക്തിയോടെ ഭഗവാൻ എന്ന സ്വരൂപത്തെ വളരെ ഇഷ്ടത്തോടു കൂടി വളരെ ഭഗവാനെ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക് എങ്ങനെയാണ് തോന്നുക? നമ്മൾ സന്തോഷിച്ചാലല്ലേ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കൂ. നമുക്ക് ഇഷ്ടമില്ലാണ്ട് നമ്മൾ ആർക്കും എന്തെങ്കിലും കൊടുക്കും. അതുപോലെ ഭഗവാനെ നല്ല രീതിയിൽ ഭഗവാനെ പൂക്കളർപ്പിച്ചും ഭഗവാന് ഇഷ്ടമുള്ളതൊക്കെ ഒരു കുഞ്ഞിനെ പോലെയോ ഒരു അമ്മയ്ക്ക് കൊടുക്കുന്ന പോലെയോ കൊടുത്തുകൊണ്ട് നമ്മൾ ഭഗവാനെ സന്തോഷിപ്പിക്കുക. അപ്പം ഭഗവാൻ നമുക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും തരും. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.